ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഒരുപാട് ടൈം കുഴച്ച് വെക്കാതെ എങ്ങനെ ചൂടാന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. പിന്നെ ഇത് 50 ഗ്രാമാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു 1/4 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് ലൈറ്റ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു ചപ്പാത്തിൻ്റെ ഡോ ആകുന്ന രീതിയിൽ വരെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കയ്യിലൊട്ടുന്ന പോലെ തോന്നിയതുകൊണ്ട് ഇതിലേക്ക് കുറച്ചൊരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ഡോ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കയ്യിൽ പരത്തിയിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡോ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ എനിക്ക് 14 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചപ്പാത്തി പലാവിൻ്റെ മുകളിൽ അരിപ്പൊടി തന്നെയാണ് വിതറി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് പരത്താനും നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങളും നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ബോൾസ് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ടപാട് തന്നെ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടിഭാഗം നന്നായിട്ട് മുന്നതിന് ശേഷം നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പൊങ്ങി വരും കേട്ടോ. നമുക്കധികം ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചപ്പാത്തി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്